പെട്രോൾ പമ്പുകളിൽ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ സർക്കാർ നടപടി ഉണ്ടായില്ല എങ്കിൽ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പാലക്കാട് പട്ടിക്കരയിലെ ജീവനക്കാരനെ കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനെ തുടർന്ന് യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 14-നാണ് പാലക്കാട് പട്ടിക്കരയിലെ പെട്രോൾ പമ്പിൽ വെച്ച് നൂറണി സ്വദേശിയായ ജീവനക്കാരനെ യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചത്. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. മാനേജറിനെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുത്തം വന്നിട്ട് എൻ്റെ കയ്യിൽ നീ എന്തോ ചെയ്യും പറഞ്ഞല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തല്ലി. അപ്പോൾ നമ്മൾ പൊതുവെ ഡിഫൻസ് എന്നുള്ള രീതിക്ക് ഞാൻ തിരിച്ചു തല്ലി. അതിൻ്റെ ഇടയിൽ അവൻ ഹെൽമെറ്റ് വെച്ചിട്ട് കൂട്ടുകാരനെ തല്ലി. പിന്നെ വേറൊരുത്തന്നെ ചാവി വെച്ചിട്ട് എൻ്റെ തലിൻ്റെ പിന്നാലെ കുത്തി മുറിവാക്കി. 3 പേര് ഈ പരിസരത്തുള്ള തന്നെയാണ്. പമ്പുടമകൾക്കും ജീവനക്കാർക്കുമെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംഘടന നിലപാട് കടുപ്പിക്കുന്നത്. സർക്കാർ തലത്തിൽ നിയമനിർമ്മാണം നടത്തി പമ്പ് ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. ഇപ്പോൾ നമ്മുടെ DSMന്റെ അടുത്താലും DSWന്റെ അടുത്താലും നമ്മൾ കുപ്പിയിൽ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കരുത് എന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ തെഫ്റ്റ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് പാലക്കാട് തന്നെ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർക്ക് വേറെ എവിടെ നിന്ന് ഒരു പെട്രോൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് കുപ്പിയിൽ. അതിനുശേഷം അവർ കുപ്പിയിൽ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഉള്ളവരെ, അത് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിൽ നിൽക്കുന്ന പിള്ളേരെ 2 പേരെ തെറിവിളിച്ച് ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ 2 സ്റ്റാഫിനെയും പിടിച്ചവർ തല്ലിയത്. നൂറണി സ്വദേശിയെ മർദ്ദിച്ച സംഭവത്തിൽ പാലക്കാട് നോർത്ത് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 പാലക്കാട്.